കൊല്ലം ആര്യങ്കാവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിൽ ലോറി ഇടിച്ച് ഒരു മരണം. സേലം സ്വദേശി ധനപാലാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 6 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 കുട്ടികൾ ഉൾപ്പെടെ 18 പേർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ കാര്യങ്ങൾ ആശ്വാസവഹമാണ്. അവർക്ക് ചെറിയ പരിക്കുകളും മുറിവുകളുമുള്ള ആളുകളാണ് ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കാലിനും കൈക്കുമൊക്കെ പൊട്ടലും ചതവും ഒക്കെയുള്ള ആളുകളാണ് ചികിത്സയിലുള്ളത്. 4 കുട്ടികളും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പോലീസ് ഇവരിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട്. ഈ സമയത്ത് അത്യാവശ്യമായിട്ടുള്ള പ്രാഥമിക ചികിത്സ ഇവർക്കെല്ലാം നൽകി കഴിഞ്ഞു. ഇനി അനുബന്ധമായിട്ടുള്ള കൂടുതൽ പരിശോധനകളും മറ്റുമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാരും പോലീസും ചേർന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ഡോക്ടർമാർ അവർക്ക് ആവശ്യമായിട്ടുള്ള അനുബന്ധ പരിശോധനകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 കുട്ടികൾ, അതിൽ ഒരാളുടെ രക്ഷിതാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരിക്കുന്നതിൽ 2 പേരുടെ ആരോഗ്യനിലയിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവർക്ക് തലയ്ക്ക് ഉൾപ്പെടെയാണ് പരിക്ക് ഏറ്റിരിക്കുന്നത്. ഇനി വൈകിട്ടോടുകൂടി ഇവരുടെ ബന്ധുക്കൾ സേലത്തു നിന്നും എത്തുമെന്നാണ് ഇവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിനും മറ്റും നേതൃത്വം നൽകിയ ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ബന്ധുക്കൾക്ക് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. സേലം സ്വദേശിയായിട്ടുള്ള ധനപാലൻ എന്നുള്ള ആളാണ് മരിച്ചത്. പുലർച്ചെ 3:45 അപകടം. എതിർദിശയിൽ വന്ന ലോറി, തമിഴ്നാട്ടിൽ നിന്ന് തന്നെ സിമെന്റുമായി വന്ന ലോറി ഈ 28ഓളം ആളുകൾ സഞ്ചരിച്ചിരുന്ന അയ്യപ്പ ഭക്തരുടെ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. പിന്നീട് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു. 100 അടിയോളം താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത്. 3 വട്ടം കരണം മറിഞ്ഞതിന് ശേഷമാണ് ബസ് കൂടുതൽ താഴ്ചയിലേക്ക് പോയത്. പിന്നീട് സമീപ സ്ഥലത്ത് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപത്തുമൊക്കെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും കടകളിലുമൊക്കെ ഉണ്ടായിരുന്ന ശബരിമല തീർത്ഥാടന പാതയായതുകൊണ്ട് കടകളും മറ്റും തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ ചേർന്നാണ് വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്തി ഈ മുഴുവൻ ആളുകളെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുവാൻ കഴിഞ്ഞതും ഈ അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കുവാൻ കാരണമായി. ഇപ്പോൾ പരിക്കേറ്റവർക്ക് ആവശ്യമായിട്ടുള്ള അനുബന്ധ ചികിത്സകൾ, പരിശോധനകൾ അതൊക്കെ നടത്തുന്നതിനുള്ള കാര്യങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ അപകടങ്ങൾ പതിവാണ് എന്നും നാട്ടുകാർ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ പറയുന്നുണ്ട്. ഈ ഭാഗത്ത് എത്തുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ, ചെക്ക് പോസ്റ്റ് കടന്നെത്തുന്ന ലോറിയും മറ്റും ഈ ഭാഗത്ത് എത്തുമ്പോൾ അശ്രദ്ധമായി വാഹനങ്ങൾ ഓടിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന പരാതി. ഈ ഭാഗത്ത് ഇറക്കത്തിലെത്തുമ്പോൾ ഈ വാഹനം ഓഫ് ചെയ്ത ന്യൂട്രലാണ് പല വാഹനങ്ങളും, ലോറികൾ ഉൾപ്പെടെ, ചരക്കുമായി എത്തുന്ന ലോറികൾ ഉൾപ്പെടെ ഇന്ധനം ലാഭിക്കുന്നതിന് വേണ്ടി ന്യൂട്രലായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പരാതി ഉയർന്നുണ്ട്. ഈ വാഹനവും ഇന്ന് അപകടം ഉണ്ടാക്കിയ ലോറിയും ഇത്തരത്തിൽ ന്യൂട്രലിൽ വാഹനം ഓഫ് ചെയ്തുകൊണ്ട് ഇറങ്ങുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഇവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോറി ഡ്രൈവർ ഇറങ്ങി ഓടി എന്നാണ് ഇവിടെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്ന ആളുകൾ പറയുന്നത്. അയാളെ കണ്ടെത്തുന്നതിനുള്ള പോലീസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഉള്ള മുഴുവൻ ആളുകൾക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.